പിണറായി സർക്കാരിനും CPM-നും വിദ്യാർത്ഥി സംഘടനയായ SFI തലവേദനയായി മാറുകയാണ്. വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥ ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് കൊലപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് കേരള സർവകലാശാലയിലെ വിധികർത്താവ് ആത്മഹത്യ ചെയ്ത കേസിലും SFI പ്രതിസ്ഥാനത്ത് വരുന്നത്. ഇത് സർക്കാരിന് നാണക്കേടുണ്ടാക്കുകയുമാണ്. പിണറായി സർക്കാരിനും CPM-നും ഓരോ ദിവസവും SFI വരുത്തിവെക്കുന്ന തലവേദന അത്ര ചെറുതല്ല. സംസ്ഥാനത്തെ ക്രമസമാധാന നിലയെപ്പോലും ചോദ്യം ചെയ്യുന്ന നിലയിലാണ് SFI ഇവിടെ പെരുമാറുന്നത് എന്ന് LDF ഘടകകക്ഷികൾക്കും പരാതിയുണ്ട്. ഇക്കാര്യം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം തുറന്നു പറയുകയും ചെയ്തു. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട വിചാരണ നടത്തി കൊലപ്പെടുത്തിയ കേസിലെ പ്രധാന പ്രതികൾ SFI യൂണിറ്റ് ഭാരവാഹികൾ തന്നെയാണ്. ആയതിന്റെ പേരുദോഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമെന്ന് CPM ആശങ്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കേസ് CBIക്ക് കൈമാറാൻ പിണറായി സർക്കാർ തീരുമാനിച്ചതും. ഇതുകൂടാതെ SFI നയിക്കുന്ന കേരള സർവകലാശാല യൂണിയൻ നടത്തിയ കലോത്സവം കലാപോത്സവമായതിന്റെ പേരുദോഷവും അധികമായുണ്ട്. കലോത്സവ വിധികർത്താവിന്റെ ആത്മഹത്യയിൽ എത്തി നിൽക്കുന്ന ഈ കേസിൽ SFIയിൽ ഉടലെടുത്ത ഗ്രൂപ്പിസവും ചർച്ചയാണ്. മാർക്ക് തട്ടിപ്പ് കേസിൽ തുടങ്ങിയ SFI വിവാദം CPM-നെ ഓരോന്നായി പിന്തുടരുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SFI തന്നെയാണ് പാർട്ടിയുടെയും സർക്കാരിന്റെയും വെല്ലുവിളികളിൽ ഒന്നാമതെന്ന് സാരം. ജനം, തിരുവനന്തപുരം.